ശ്രീ കെ എം ആന്റണിയിലേക്കാണ് പോകുന്നത്. ശ്രീ കെ എം ആന്റണി, നേരത്തെ ഈ ചർച്ചകളിൽ വന്ന ഒരു കാര്യമാണ്, ഇതിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കണ്ടേ? ഇതിങ്ങനെ ഒരു സംഘടിതം ആയ ഒരു പ്രവർത്തനത്തിലൂടെയല്ലാതെ ഇത്രയും സിസ്റ്റമാറ്റിക്കായി 1000 യൂണിറ്റുകൾ വെച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തുമൊക്കെ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഇതിൽ വളരെ കൃത്യമായ ഒരു അന്വേഷണം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വിശദമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. കാരണം ഇത് ഏത് രീതിയിൽ പണം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ ഇവർ നടത്തുന്ന പരിപാടികൾക്ക് എത്രമാത്രം പണത്തിന്റെ ചെലവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പണത്തിന്റെ ധാരാളിത്തം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ് ഒരു ഫണ്ടിങ്, ബൃഹത്തായ ഒരു ഫണ്ടിങ്ങിന് ആവശ്യമുള്ള സംവിധാനമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, നമുക്കറിയാം തീവ്രവാദികൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് നിഷ്കളങ്കരും നിരപരാധികളുമായ ആളുകളെ മുന്നിൽ പരിചയമായി നിർത്തിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ശ്രമമാണോ ഇതിൽ ഈ മെക്സവൻ എന്ന് പറയുന്നതിൽ നടക്കുന്നത് എന്നുള്ളത് കേരള പോലീസും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും ശക്തമായിട്ട് അത് പരിശോധന നടത്തി കണ്ടെത്തുവാനും അതിനെ അടിച്ചമർത്താനും ഉള്ള പ്രാപ്തിയുള്ള പോലീസാണ് നമുക്കിപ്പോ നിലവിലുള്ളത്. അതുകൊണ്ട് തീവ്രവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അക്രമങ്ങളോ കൊലപാതകങ്ങളോ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. ഇവർ തുടക്കമാണ്, ഇവര് തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഇവരുടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അവർ സ്ഥിരം ഉപയോഗിച്ചിരുന്ന സ്ലോഗനാണ് ഈ അഭ്യാസ പ്രകടനങ്ങളുടെ ലാസ്റ്റ് ഈ സംഘടന ഉപയോഗിക്കുന്നത്. അതാണ് ഇതിനെ സംശയത്തിന് മുന്നിൽ നിർത്താനുള്ള മുഖ്യ കാരണം. തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് എങ്കിൽ ഇതെന്താണ് എന്നുള്ളത് ഉടൻ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു, ഇങ്ങനെ SDPI ഒക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ്. എങ്കിൽ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരണം അവിടെ SDPIയുമായി ചേർന്നാണ്. ഒന്ന് ഈരാറ്റുപേട്ടയിൽ CPM SDPI ഒരുമിച്ച് ഭരിക്കുകയാണ്. ഇവിടെയൊക്കെ മലപ്പുറത്ത് SDPIയും CPIയും പിന്തുണയോടെ ഭരിക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട്. ഇവിടെയൊക്കെ പിന്തുണ പിൻവലിക്കണ്ടേ? ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ കടുത്തൊരു നിലപാടുമായി മോഹനൻ മാസ്റ്റർ വന്ന സ്ഥിതിക്ക് ഈ പഞ്ചായത്തുകളിലേക്ക് പിന്തുണ CPM പിൻവലിക്കേണ്ടതല്ലേ? നോക്കൂ, ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇതിനു മേലെ എങ്ങനെയാണ് പറയുക, ഞാൻ ഈ MEC7 എന്ന് പറയപ്പെടുന്ന ആ കൂട്ടായ്മ എന്ന് പറയപ്പെടുന്ന തട്ടിപ്പിനെതിരെ കൃത്യമായി അന്വേഷണം വേണമെന്നും ആ അന്വേഷണത്തിൽ കൃത്യമായ നടപടിയെടുക്കണമെന്നും ഈ ഇരിക്കുന്ന എല്ലാവരേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയും ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയുമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, SDPI എന്ന് പറയപ്പെടുന്ന ആ സംഘടനയെ ഇന്നും ഇവർ ഉൾക്കൊള്ളുകയാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടി ഇവർ ജനാധിപത്യ മുസ്ലിം ലീഗിനെ ഇതേ ഗോവിന്ദൻ മാഷ് ശ്രീ നീലിമ ചോദിച്ചത് വളരെ കൃത്യമായ ചോദ്യമാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം നടത്തിയിട്ടുള്ള നിരവധി പത്രസമ്മേളനങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ലൈബ്രറി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതറിയാൻ സാധിക്കും. അതിൽ കൃത്യമായിട്ട് മുസ്ലിം ലീഗിനെ തലോടിക്കൊണ്ടും മുസ്ലിം ലീഗ് നല്ലതാണെന്നുകൊണ്ടും അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം, ആ അഭിപ്രായം നീലിമ ചോദിച്ച സമയത്ത് ബഹുമാനായ റെജി ലൂക്കോസ് പറഞ്ഞത് എന്താണ്? അത് ഞങ്ങൾ പറയും ജനാധിപത്യത്തിന്റെ മനോഹാരിത അതല്ലേ, പറഞ്ഞ് തിരുത്തി പറയാൻ സാധിക്കും, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ശരിയാണ് സാർ. അങ്ങനെ ജനാധിപത്യത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് പറയുമ്പോൾ ഈ SDPI എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയെ നിങ്ങൾ എന്തിനു കൂട്ടുപിടിക്കണം? നിങ്ങളുടെ ഒരു പയ്യനെ അഭിമന്യു അറിയാമല്ലോ, ആ പയ്യനെ കൊന്ന സംഘടനയെ നിങ്ങൾ എന്തിനു സാർ കൂട്ടുപിടിക്കണം? നിങ്ങൾ എന്തിനു സാർ അവരെ സംരക്ഷിക്കണം? അത് പറയുന്ന സമയത്ത് ഉല്ലാസ് ബാബുവിന് സംശയമുണ്ട്. ഉല്ലാസ് ബാബു അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നിങ്ങളുടെ ഇന്നലകൾ എന്ന് പറയപ്പെടുന്നത് കറുത്ത കരങ്ങളുടെ ശക്തിയോടുകൂടി പോയതാണ്. ഇന്നുകൾ എന്ന് പറയപ്പെടുന്നത് ആ കറുത്ത കരങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ആ കറുത്ത കരങ്ങളുടെ കൂടെ ഞങ്ങളില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഗിമ്മിക്കാണ്. നാളകൾ എന്ന് പറയപ്പെടുന്നത് വീണ്ടും അധികാരത്തിലെത്താൻ ഏത് വിഭാഗത്തെയും കൂട്ടുപിടിക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല എന്ന് പറയപ്പെടുന്ന ഒരു സന്ദേശമാണ്. സാർ, ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ കൃത്യമായി ഈ സാമൂഹികപരമായിട്ടുള്ള വിപത്തുകളെ നേരിടാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എടുത്ത തീരുമാനങ്ങളിൽ വരുത്തേണ്ട വ്യതിയാനങ്ങൾ വരുത്താനുള്ള ഉത്തരവാദിത്ത ബോധം നിങ്ങളുടെ സർക്കാരും സംഘടനയും കാണിക്കണം. അതാണ് പ്രതീക്ഷിക്കുന്നത്. സമയക്കുറവ് മൂലം, സമയപരിമിതി മൂലം ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിഥികൾ ക്ഷമിക്കുക. MEC7 പിന്നിൽ ആര് എന്നതാണ് നമ്മൾ ഈ 1.5 മണിക്കൂർ ചർച്ച ചെയ്തത്. വെറുമൊരു വ്യായാമ കൂട്ടായ്മ മാത്രമാണോ ഇതിൽ പിന്നിൽ? പോപ്പുലർ ഫ്രണ്ട് ഉണ്ടോ? CPMന് ഇക്കാര്യത്തിൽ തിരിച്ചറിവുണ്ടായ ഒരു ഘട്ടം കൂടിയാണ്. ഇതിൽ വളരെ കൃത്യമായ അന്വേഷണം
അന്വേഷണ ഏജൻസികൾ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.